ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു 3D ചിത്രം വരച്ച് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരക്കുന്ന രീതി വിശദമായി പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദുവിൽ എന്ന് വെച്ചാൽ 10.5 സെൻറ്റിമീറ്റർ, 21ൻ്റെ നേരെ പകുതി 10.5 സെൻറ്റിമീറ്ററിലൊരു പോയിൻ്റ് ഇടുന്നു. അതാണ് നമ്മളെ പേപ്പറിൻ്റെ മിഡ് പോയിൻ്റായി കാണുന്നത്. ഇനി 10 സെൻറ്റിമീറ്റർ റേഡിയസ്, 10 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. പെൻസിൽ കൊണ്ടാണ് വരക്കുന്നത്. ഈ സർക്കിൾ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. യെസ്. ഇനി നമ്മൾ മധ്യബിന്ദു എടുത്തത് ഒരറ്റത്തു നിന്നും 10.5 സെൻറ്റിമീറ്ററാണ്. അതേപോലെ 10.5 സെൻറ്റിമീറ്റർ ആ സർക്കിളിലും ഒരു പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. അതായത് മിഡ് പോയിൻറ്റിന് നേരെ തന്നെ ആ പോയിൻ്റ് വരണം. എന്നിട്ടാണ് അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുന്നത്. ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 ഈക്വൽ പാർട്സാണ് കിട്ടുക. അപ്പോൾ ഈ സർക്കിള് 6 തുല്യ ഭാഗങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തി. ഇനി അടുത്തത് സ്കെയിൽ വെച്ച് നമ്മൾ വരക്കുന്നില്ല, പോയിൻ്റേ ഇടുന്നുള്ളതാണ്. ഒരു പോയിൻറ്റിൽ നിന്നും തൊട്ടടുത്ത പോയിൻറ്റിലേക്കുള്ള ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 10 വെച്ചതിന് ശേഷം 2, 4, 6, 8. അപ്പോൾ 4 പോയിൻ്റ് ഇടണം. 2, 4, 6, 8. 0ഉം 10ഉം അവിടെ ഉണ്ട്. ആ രണ്ടറ്റാണല്ലോ. 0ഉം 10ഉം അതിന് കണക്കാക്കി വെച്ചുകൊണ്ട് 2, 4, 6, 8. അങ്ങനെ 4 പുതിയ പോയിൻ്റാണ്. അപ്പോൾ നേരത്തെയുള്ള ആ അറ്റത്തുള്ള 2 പോയിൻറ്റും കൂടെ 6 പോയിൻ്റ് ഉണ്ടാവും. യെസ്. ഇങ്ങനെ 6 സൈഡിലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അളവ് റെഡി ആയിരിക്കണം. ഒരറ്റത്ത് 0ഉം മറ്റേ അറ്റത്ത് 10ഉം വെച്ചിട്ടാണ് 2, 4, 6, 8, 4 പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഞാൻ CD മാർക്കർ ഉപയോഗിച്ചിട്ടാണ് പോയിൻ്റ് ഇടുന്നത്. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ എതിർ പോയിൻ്റുകളിൽ, അതായത് മധ്യബിന്ദു കടന്നു പോകുന്ന രൂപത്തിൽ എതിർ പോയിൻ്റുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാസമാണ്, ഡയമീറ്ററാണ് വരിക. ഇതാ 20 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ. പക്ഷേ നമ്മളത് വരക്കുകയല്ല ചെയ്യുന്നത്, ഓരോ 2 സെൻറ്റിമീറ്ററിനും പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ 10 എന്നുള്ള പോയിൻ്റ് അവിടെയുണ്ട്. അതുപോലെ 0ഉം 20ഉം ഉണ്ട്, 10ഉം ഉണ്ട്. 2, 4, 6, 8, 10 അവിടെ ഉള്ളതുകൊണ്ട് 12, 14, 16, 18, 20ഉം അവിടെയുണ്ട്. ഈ രൂപത്തിൽ പോയിൻ്റ് ഇടുക. ഇനി ഒരു പോയിൻ്റ് നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് 18 സെൻറ്റിമീറ്റർ, അതായത് രണ്ടറ്റവും നോക്കിയാൽ നിങ്ങൾ കാണാം 18 സെൻറ്റിമീറ്ററാണ്. അവിടെയും 2, 4, 6, 8, 10, 12, 14, 16 വരെ, 18 അവിടെ ഉണ്ടല്ലോ. വീണ്ടും ലെഫ്റ്റിലേക്ക് നീക്കുകയാണ്. അപ്പോൾ അത് 16ലേക്കാണ് വരുന്നത്. 2, 4, 6, 8, 10, 12, 14 വരെ. ഒന്നുകൂടെ താഴേക്ക് വെച്ചാൽ ആ രണ്ടറ്റങ്ങളും തമ്മിലുള്ള അകലം 14 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2, 4, 6, 8, 10, 12 അത്രയും മതി. ഒന്നുകൂടെ താഴ്ത്തിയാൽ അത് 2, 4, 6, 8, 10. ഓക്കെ. അടുത്ത പോയിൻ്റ് അവിടെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെ തിരിച്ചും വെക്കുകയാണ്. ഇപ്പോൾ 18, 0ഉം 18ഉം കണക്കാക്കിയാണ് വെച്ചത്. 2, 4, 6, 8, 10, 12, 14, 16. യെസ്. അടുത്തത് 2, 4, 6, 8, 10, 12, 14. നെക്സ്റ്റ് 2, 4, 6, 8, 10, 12. 2, 4, 6, 8, 10. യെസ്.
അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ 2 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ ഒരുപാട് പോയിൻ്റുകൾ കാണാം. ഇനി നമ്മൾ തുടങ്ങിയ ആദ്യത്തെ, അതായത് സെൻറ്ററിൽ 20 സെൻറ്റിമീറ്റർ കണക്കാക്കി വെക്കുകയാണ്. എന്നിട്ട് വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യത്തെ 2 സെൻറ്റിമീറ്റർ വിട്ട് പിന്നെ 4 സെൻറ്റിമീറ്റർ തുടർച്ചയായി വരയ്ക്കുകയാണ്. 2 വിട്ടുകൊണ്ട് വീണ്ടും 4 സെൻറ്റിമീറ്റർ തുടർച്ചയായി വെക്കുകയാണ്. അങ്ങനെ ഇതാ 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് എന്നുള്ള രൂപത്തിലാണ്. ഇനി അടുത്ത കോണിലും അതേ രൂപത്തിൽ ഇപ്പോൾ വരച്ച പോലെ തന്നെയാണ്. ആദ്യം 2 ഗ്യാപ്പ് വിടുക, പിന്നെ 4 തുടർച്ചയായി വരയ്ക്കുക, 2 ഗ്യാപ്പ് 4 തുടർച്ചയായി വരയ്ക്കുക, വീണ്ടും 2 ഗ്യാപ്പ് ആ രൂപത്തിൽ. മൂന്നാമത്തെ സെറ്റും ആ രൂപത്തിൽ തന്നെ 3 സൈഡിലുള്ള ആ പോയിൻ്റുകൾ ചേർത്താണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ആദ്യത്തെ 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4 വീണ്ടും 2 ഗ്യാപ്പ്, ഈ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു വരയുടെ ഇതാ ആ മധ്യഭാഗത്ത് വരച്ച വരയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് ആദ്യം മുതൽ, അതായത് മേലെയുള്ള പോയിൻ്റ് മുതൽ 2 സെൻറ്റിമീറ്റർ വരച്ച് പിന്നെ 2 ഗ്യാപ്പ് 4 വരച്ച് 2 ഗ്യാപ്പ് 4 വരച്ച് 2 ഗ്യാപ്പ് വീണ്ടും 2. അതായത് മേലെയും താഴെയും അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ അതേപോലെ തന്നെയാണ് ഇതാ ഇവിടെയും വരയ്ക്കുന്നത്. 2 വരച്ച് 2 ഗ്യാപ്പ് 4 വരച്ച് 2 ഗ്യാപ്പ് 4 വരച്ച് 2 ഗ്യാപ്പ് വീണ്ടും 2. ഈ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഇത് ഈ രൂപത്തിൽ തന്നെ ആദ്യം 2 വരയ്ക്കുന്ന 2 ഗ്യാപ്പ് 4 വരയ്ക്കുന്ന 2 ഗ്യാപ്പ് വീണ്ടും 4 വരച്ച് 2 ഗ്യാപ്പ്. യെസ്, അതിൻ്റെ റൈറ്റ് സൈഡിലും ആ രൂപത്തിൽ തന്നെ ഒരു തരത്തിൽ വരയ്ക്കുന്നത്. ആ ഓപ്പോസിറ്റ് സൈഡിലും അതേ താളത്തിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഇവിടെയും കൂടെ അറ്റത്ത് 2 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 2 സെൻറ്റിമീറ്റർ. പിന്നെ ഇവിടെ 2 സെൻറ്റിമീറ്ററിലെ സ്ഥലമുള്ളൂ, അതുകൊണ്ടാണ്. യെസ്, ഇത് അവസാനം 2 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് കിട്ടുക. ഇനിയും ഇതാ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. പോയിൻ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം 4 സെൻറ്റിമീറ്റർ തുടർച്ചയായി വരയ്ക്കുകയാണ്. പിന്നെ 2 ഗ്യാപ്പ് വീണ്ടും 4 2 ഗ്യാപ്പ് വീണ്ടും 4 ആ രൂപത്തിലാണ്. ഇവിടെയും അങ്ങനെ തന്നെ. ആദ്യം 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് വീണ്ടും 4 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4 അങ്ങനെ 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4. ഈ സൈഡിലും ആ രൂപത്തിൽ തന്നെയാണ്. 4 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 4. ഫോർ സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് വീണ്ടും 4 സെൻറ്റിമീറ്റർ. യെസ്, ഇനി അടുത്തത് ഇവിടെ ഇതാ അതിന് കണക്കായിട്ട് അപ്പുറത്തും വരേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ 4 സെൻറ്റിമീറ്റർ തുടർച്ചയായി വരേണ്ടോ ഇത്. യെസ്, ഇപ്പോൾ കൃത്യമായിട്ട് ഇടത്തും വലത്തും ബാലൻസ് ചെയ്ത് വരുന്നുണ്ട്. യെസ്, അപ്പോൾ എണ്ണി നോക്കിയാൽ എല്ലാം ഒരേപോലെ ആയിരിക്കും, ഒരേ താളത്തിലുമായിരിക്കും. യെസ്, അടുത്ത സ്റ്റെപ്പ് അടുത്ത പോയിൻ്റുകൾ വെച്ച് വരയ്ക്കുമ്പോൾ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ. ഇത് അപ്പുറത്തും അതുപോലെ തന്നെ 4 2 ഗ്യാപ്പ് 4 ആ രൂപത്തിലാണിത്. ആദ്യം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് 4 വരയ്ക്കുന്നത് കേട്ടോ.
ഇനി ആ 6 ഭാഗത്തും ഇതേപോലെ തന്നെ അതേ താളത്തിൽ 4 2 ഗ്യാപ്പ് 4, അതിൻ്റെ അപ്പുറത്തും അങ്ങനെ തന്നെ 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ. ഇവിടെയും ആ രൂപത്തിൽ തന്നെ 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ. അങ്ങനെ തന്നെ ആദ്യം 2 ഗ്യാപ്പ് വിട്ടുകൊണ്ട് 4 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഇപ്പം എണ്ണി നോക്കിയാൽ എല്ലാം 3 ഭാഗത്തുനിന്നും വരച്ച ഒരേ എണ്ണം തന്നെയായിരിക്കും. 1 2 3 4 5 6 7 1 2 3 4 5 6 7. ഇനി അടുത്തത് ആദ്യം 2 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. പിന്നെ 2 ഗ്യാപ്പ് 4 2 ഗ്യാപ്പ് 2. യെസ്, ആ രൂപത്തിലാണ് അല്ലടി. 2 cm 2 ഗ്യാപ്പ് 4 cm 2 ഗ്യാപ്പ് 2 cm. അപ്പോൾ 2 4 2 ആ രൂപത്തിലാണ്. രണ്ട് 4 2. അപ്പോൾ ഒരു സൈഡിൽ അങ്ങനെ വരച്ചാൽ 6 ഭാഗത്തും അതേ രൂപത്തിൽ തന്നെയാണ് തുടരേണ്ടത്. തെറ്റിപ്പോവാതെ അതേ താളത്തിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ വരച്ച് പഠിക്കുന്നവർക്ക് നല്ലൊരു പരിശീലനം വളരെ കൃത്യമായിട്ടെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. യെസ്, ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട് ചേരുക. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്ററിൻ്റെ 2 വരകൾ മാത്രമേ വരക്കേണ്ട ആവശ്യമുള്ളൂ. 2 സെൻറ്റിമീറ്റർ 2 ഗ്യാപ്പ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 ഭാഗത്തും അങ്ങനെ തന്നെയാണ് വരിക. 2 2 ഗ്യാപ്പ് 2. യെസ്, അപ്പോൾ ഇതൊരു ഹെക്സഗണിൻ്റെ രൂപത്തിൽ, എന്നാൽ ശരിക്ക് അറ്റത്ത് ഹെക്സഗൺ അല്ല താൻ. അപ്പോൾ ഒരുപാട് കട്ടകൾ തിരിച്ചും മറിച്ചും വെച്ച് ചേർത്ത് വെച്ച് ഒന്നിച്ചുള്ളൊരു രൂപമാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വളരെ ചെറിയ കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡാർക്കാക്കി വരയ്ക്കണം. അതിന് ഞാനെടുത്തത് ബോൾഡ് പെർമനൻ്റ് മാർക്കർ പെന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ടോ വരക്കരുത്. ഇനി ബോൾഡായിട്ടുള്ള പെന്നില്ലെങ്കിൽ നിങ്ങൾ CD മാർക്കർ കൊണ്ട് വരച്ചാലും മതി. കാരണം സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചാലും സാധാരണ മാർക്കർ കൊണ്ട് വരച്ചാലും കളറ് കൊടുക്കുമ്പോൾ ഈ ബ്ലാക്ക് കളറിൻ്റെ കൂടെ പടരും. അപ്പോൾ ചിത്രത്തിൻ്റെ ആ ക്ലാരിറ്റി പോകും. അതുകൊണ്ടാണ് ഇതിന് പെർമനൻ്റ് മാർക്കർ തന്നെ എടുക്കണം എന്ന് പറയുന്നത്. പെർമനൻ്റ് മാർക്കറിൽ കളർ വന്നാലും അതൊന്നും ആവില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഈ ബ്ലാക്ക് പെർമനൻ്റാണ്, അത് ഇളകി പോവില്ല. പല കുട്ടികളും സ്കെച്ച് പെന്നുകൊണ്ടൊക്കെ ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൽ കളർ കൊടുക്കുമ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബ്ലാക്കും കൂടെ കളറിൻ്റെ കൂടെ കലരുകയും ചിത്രത്തിൻ്റെ പകിട്ട് പോയി നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു സൈഡിൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ 2 സൈഡിലും വരക്കണം. ഇപ്പോൾ പെൻസിലിൻ്റെ വര പിന്നെ കാണാൻ പാടില്ല. പെൻസിലിൻ്റെ വരേൻ്റെ മേലെ കൂടെയാണ് ഈ വര വരുന്നത്. അപ്പോൾ ഒറ്റ വര മാത്രമേ ഉണ്ടാകാവൂ. ഇത് കുറച്ച് തടിച്ച് പേനയെടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ബ്ലാക്ക്
ബോർഡറിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ നല്ല രസമുണ്ടാവും ചിത്രം. യെസ്. ഇപ്പോൾ പെൻസിലിൻ്റെ വരേൻ്റെ മേലെ കൂടെ ആയതുകൊണ്ട് പിന്നെ വരച്ചാൽ തെറ്റിപ്പോവില്ല എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്ക് കാണാം. യെസ്. ഇത് അവിടെ കൂടെ ഇപ്പോൾ 2 സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3ാമത്തെ സൈഡ്. അപ്പോഴാണ് ശരിക്കും 3D എഫക്റ്റുള്ള കട്ടകളായി തീരുക. ശരിക്ക് കളർ കൊടുത്തില്ലെങ്കിലും ഇത് നല്ല 3D എഫക്റ്റുള്ള സമചതുര കട്ടകൾ അട്ടി വെച്ചതുപോലെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെറ്റിന് കളർ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ 3 വശങ്ങൾക്ക് 3 കളറാണ് ഉണ്ടാവുക. അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുള്ള ആണെങ്കിൽ 3ഉം ലൈറ്റ് വ്യത്യസ്ത കളർ എടുത്താൽ നല്ലത്. ഇനി അല്ലെങ്കിൽ ഡാർക്ക് കളർ എടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ഡാർക്ക് കളർ എടുക്കുക. ഒരു ഡാർക്ക് കളറും മറ്റേ 2ഉം ലൈറ്റ് കളറും ആയിരിക്കണം. എങ്കിലേ ചിത്രം നല്ല നിലയിൽ കാണാനാവും. യെസ്. ഇപ്പം എല്ലാവരെയും ബ്ലാക്കായി മാറിക്കഴിഞ്ഞ്. യെസ്. ഒരു രസകരമായ രൂപമാണ്. അതിൻ്റെ ഔട്ടർ പോർഷൻ നോക്കിയാൽ 120 ഡിഗ്രി 60 ഡിഗ്രി 120 ഡിഗ്രി 60 ഡിഗ്രി എന്നുള്ള രൂപത്തിൽ ചെറുതും വലുതുമായ ആ ഏങ്കിൾ കൃത്യമായിട്ട് കാണും. അപ്പോൾ ഈ ചിത്രത്തിന് എത്ര വശമുണ്ട് എത്ര സൈഡ് ഉണ്ട് എന്ന് വേണമെങ്കിൽ ആ 2 യൂണിറ്റിലൂടെ നിങ്ങൾക്ക് വിരലോടിച്ച് കണ്ടുപിടിക്കും കൃത്യമായിട്ട്. ഒരുപാട് വലിയൊരു ബഹുഭുജം തന്നെയാണിത്. പിന്നീട് കളർ കൊടുക്കുന്നത് ഇതാ ഒരു റോസ് കളറാണ് കൊടുക്കുന്നത്. ഒരേ രൂപത്തിലുള്ള, അതായത് ഒരു കട്ടയുടെ നേരത്തെ വെച്ച കട്ടയുടെ ഒരേ സൈഡിൽ ഒരു കളർ വരുന്ന രൂപത്തിലാണ് ഈ രൂപത്തിൽ കളർ കൊടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ കട്ടയുടെ എല്ലാ ലെഫ്റ്റ് സൈഡിലും ഒരേ കളർ. യെസ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും കൊടുത്തു കഴിഞ്ഞ് ഇനി താഴെയാണ്, താഴെ ഭാഗം ഇതാ അവിടെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരു കട്ട, ഒരു സമചതുര കട്ട നമ്മൾ ചിത്രം വരച്ചെടുക്കുക. 3 സൈഡാണ് കാണുക. ആ 3 സൈഡിലും 3 വ്യത്യസ്ത കളറാണ് കൊടുക്കുക. അപ്പോൾ മുഴുവൻ കളർ ചെയ്തെടുത്താൽ ഇത് ഈ രൂപത്തിലാണ് നമ്മുടെ ചിത്രം ഉണ്ടാകുക. അപ്പോൾ വളരെ രസകരമായി വരച്ചെടുക്കാവുന്ന, അത്രയൊന്നും പ്രയാസമില്ല. വളരെ കൃത്യമായി ഞാൻ അളവൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് CD മാർക്കറോ അല്ലെങ്കിൽ പെർമനൻ്റ് മാർക്കറോ കിട്ടിയിട്ടില്ലെങ്കിലും വെറും പെൻസിൽ കൊണ്ട്, പെൻസിലും സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ടും ഈ ചിത്രം ചെയ്യാം. കളറില്ലെങ്കിലും പെൻസിൽ കൊണ്ട് തന്നെ ഒരു സൈഡിൽ ഷെയ്ഡ് കൊടുത്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ പിന്നെ കളറില്ല അല്ലെങ്കിൽ പെർമനൻ്റ് മാർക്കറില്ല എന്നുകൊണ്ട് നിങ്ങൾ വരക്കാതിരിക്കേണ്ട. വെറും പെൻസിലും സ്കെയിലും ഉണ്ടെങ്കിൽ, ഒരു A4 പേപ്പറും ഉണ്ടെങ്കിൽ നമുക്കിത് വരച്ചെടുക്കാം. ഓക്കെ. വെറും 10 സെൻറ്റിമീറ്റർ റേഡിയസ് എന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ പിന്നെ നോട്ട്ബുക്കിലും ചെയ്യാം. എന്തായാലും കഴിയുന്നതും A4 പേപ്പറിൽ വരച്ചെടുക്കുകയും അത് ആൽബത്തിലാക്കി സൂക്ഷിക്കുകയും നമുക്ക് എന്നിട്ട് സ്കൂളിലേക്ക് ഇത് എത്തിക്കുകയും വേണം. കാണിച്ചു കൊടുക്കുകയും കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യവും കൂടെ ഉണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളെ കമൻറ്റുകൾ ഏത് രൂപത്തിലാണ് ഇനിയും മെച്ചപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ നല്ലതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.